KPCC ആസ്ഥാനത്ത് എത്തിച്ചിരിക്കുകയാണ്. അതായത് അവസാനമായിട്ട് ഇന്ദിരാഭവനിൽ ചെന്നിത്തല ബാലകൃഷ്ണപിള്ളയെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിർണായകമായ പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന് കടന്നു പോകേണ്ടി വന്ന ഒരു ഇടമാണ്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഇടമാണ് ഇന്ദിരാഭവൻ എന്ന് പറയുന്നത്. അവിടേക്ക് അദ്ദേഹം അവസാനമായിട്ട് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയിട്ട് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇന്ദിരാഭവനിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ, അതായത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDF കൺവീനർ, അതേപോലെ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ ഇന്ദിരാഭവനിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അത് മാത്രമല്ല CPIയുടെയും CPIMന്റെയും അടക്കം പ്രമുഖ നേതാക്കൾ ഇന്ദിരാഭവനിൽ ചെന്നിത്തല ബാലകൃഷ്ണപിള്ളയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി P. ശിവൻകുട്ടി അല്പസമയം മുമ്പാണ് അദ്ദേഹം ഇന്ദിരാഭവനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഇപ്പോഴും ആദരാഞ്ജലി അർപ്പിച്ചതിന് ശേഷവും ഇന്ദിരാഭവനിൽ തുടരുകയാണ്. CPIയുടെ മുതിർന്ന നേതാവ് C. ദിവാകരൻ അല്പസമയം മുമ്പാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചതിന് ശേഷം മടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നത്. അത് കൂടാതെ തന്നെ അത്തരത്തിൽ രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ നിന്ന് അടക്കം നിരവധി പേരാണ് KPCC ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് ചെന്നിത്തലയുടെ ഭൗതിക ശരീരം KPCC ആസ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. 1 മണിവരെ ഇവിടെ പൊതുദർശനം ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം ശാന്തി കവാടത്തിലാണ് സംസ്കാരം നടക്കുന്നത്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ KPCC ആസ്ഥാനത്ത് ചെന്നിത്തല ബാലകൃഷ്ണപിള്ളയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി KPCC ആസ്ഥാനത്ത് നേരിട്ടെത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാവ്, പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു ചെന്നിത്തല ബാലകൃഷ്ണപിള്ള എന്നുള്ളതാണ്. ഇന്ദിരാഭവനിൽ അദ്ദേഹത്തെ എത്തിക്കുമ്പോൾ ഓർമ്മ വരുന്ന ഒരു വർഷം അത് 2001 കാരണം KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് രാജിവെച്ചിറങ്ങേണ്ടി വന്ന ഒരു വർഷം. ആ 2021 KPCC ആസ്ഥാനത്തേക്ക് ചെന്നിത്തല ബാലകൃഷ്ണപിള്ളയെ എത്തിക്കുമ്പോൾ എല്ലാവരുടെയും ഓർമ്മകളിൽ ഇങ്ങനെ തിരിഞ്ഞു നിറയുന്നത്, അതായത് കോൺഗ്രസിനെ ഒരു മാന്ത്രിക നമ്പറിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്തിച്ച വ്യക്തിയായിരുന്നു ചെന്നിത്തല ബാലകൃഷ്ണപിള്ള. ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ അടുത്ത തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വിജയം അത് പുതിയ KPCC അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മിടുക്ക് പോലിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പുകളിലെ കോൺഗ്രസിന്റെ വിജയം എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകാറുണ്ട് രാഷ്ട്രീയമായിട്ട്. അതുപോലെ തന്നെ 2021 അത്തരത്തിലൊരു ചുമതല ഉണ്ടായിരുന്നത് അന്നത്തെ KPCC അധ്യക്ഷനായിരുന്ന ചെന്നിത്തല ബാലകൃഷ്ണപിള്ളയ്ക്കായിരുന്നു. പക്ഷേ കോൺഗ്രസ് പ്രതീക്ഷിക്കാത്ത തരത്തിൽ വലിയൊരു വിജയം 100 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021 എന്ന വർഷത്തിൽ പാർട്ടിയെ കൊണ്ടെത്തിക്കാൻ ചെന്നിത്തല ബാലകൃഷ്ണപിള്ളയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ആ വിജയം നേടുന്നതിനോടൊപ്പം തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മാറ്റം, ഒരു നീക്കം അന്ന് നടക്കുകയുണ്ടായി. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തെ തുടർന്ന് അദ്ദേഹത്തിന് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറേണ്ടതായിട്ട് വന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC അധ്യക്ഷനുമായ ചെന്നിത്തല ബാലകൃഷ്ണപിള്ളയുടെ ഭൗതിക ശരീരം KPCCയിൽ പൊതുദർശനത്തിനായി എത്തിച്ചിരിക്കുകയാണ്. 2 തവണ KPCC അധ്യക്ഷനായി പ്രവർത്തിച്ച ചെന്നിത്തല ബാലകൃഷ്ണപിള്ള 2 തവണ അടൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 3 തവണ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗവുമായിരുന്നു അദ്ദേഹം. കൊല്ലം ശൂരനാട് പരേതനായ N. ഗോപാലകൃഷ്ണപിള്ളയുടെയും N. ഈശ്വരി അമ്മയുടെയും മകനായി 1930 മാർച്ച് 11 അദ്ദേഹത്തിന്റെ ജനനം. പുളിക്കുളം വാർഡ് കമ്മിറ്റി പ്രസിഡന്റായാണ് രാഷ്ട്രീയ ജീവിതത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ തുടക്കം. കുന്നത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ശൂരനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും പ്രസിഡന്റായി പ്രവർത്തിച്ച ചെന്നിത്തല 5.5 വർഷത്തോളം കൊല്ലം DCC അധ്യക്ഷനായിരുന്നു. ബാലകൃഷ്ണപിള്ളയ്ക്ക് ആദരമർപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം അല്പസമയത്തിനകം KPCCയിൽ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ തന്നെ ബാലകൃഷ്ണപിള്ളയുടെ മൃതദേഹം KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ദർശനത്തിനായി
ബഹുമാനായ മുഖ്യമന്ത്രിക്ക് KPCC ഓഫീസിലേക്ക് സേവാദൾ വോളണ്ടിയർമാരെ ക്യൂ വേഗത്തിലാക്കേണ്ടതാണ്. മായി കാണാൻ ഇന്ദിരാ ഭവനിൽ നിരവധി ആളുകളാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെന്നല ബാലകൃഷ്ണ പിള്ളയുടെ മൃതദേഹത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനായിട്ട് എത്തിയിരിക്കുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു തെന്നല ബാലകൃഷ്ണ പിള്ളയുടെ അന്ത്യം. 1962 മുതൽ KPCC അംഗമായിരുന്നു അദ്ദേഹം. 2 തവണ KPCC അധ്യക്ഷനായി പ്രവർത്തിച്ച തെന്നല ബാലകൃഷ്ണ പിള്ള 2 തവണ അടൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോൾ സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, മുഖ്യമന്ത്രി അടക്കം ഇപ്പോൾ എത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ദിരാ ഭവനിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചു മുൻപാണ് മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. മറ്റ് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇന്ദിരാ ഭവനിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അവരൊക്കെ ആദരാഞ്ജലികൾ അർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് എത്തി അദ്ദേഹം തെന്നലയെ അവസാനമായി കാണാനും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ദിരാ ഭവനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഇപ്പോഴും KPCC ആസ്ഥാനത്ത് തുടരുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്തരത്തിൽ എല്ലാവർക്കും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പ്രിയങ്കരനായിരുന്ന തെന്നലയെ അവസാനമായി കാണുന്നതിന് വേണ്ടിയിട്ട് നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ, അത് CPയുടെയും CPMന്റെയും നേതാക്കൾ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇന്ദിരാഭവനിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തെന്നലയുടെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത കൊണ്ട്, സ്വഭാവം കൊണ്ട് പ്രത്യേകത കൊണ്ടുള്ളതുകൊണ്ട് തന്നെയാണ് തെന്നലയെ കാണാൻ ഇത്രയും പേര് ഇന്ദിരാഭവനിലേക്ക് എത്തിച്ചേരുന്നത്. മാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ളവരും അണിക്കളായിട്ടുള്ള നിരവധി പേരും അത്തരത്തിൽ KPCC ആസ്ഥാനത്തേക്ക് ഇന്ദിരാഭവനിലേക്ക് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ദിരാഭവനെ സംബന്ധിച്ചിടത്തോളം തെന്നലയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടം, താൻ അധ്യക്ഷനായിരുന്ന ഇടം എന്നതുകൊണ്ട് മാത്രമല്ല എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഒരു ഇടം തന്നെയായിരുന്നു ഈ KPCC ആസ്ഥാനം എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ രാഷ്ട്രീയ ജീവിതത്തിലെ സുപ്രധാനമായ പല നിമിഷങ്ങളിലൂടെയും അദ്ദേഹത്തിന് കടന്നു പോകേണ്ടി വന്നത് ഈ ഇന്ദിരാഭവനിൽ വെച്ചാണ് എന്നുള്ള വലിയ പ്രത്യേകതകൾ കൂടിയുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷം 2001 തന്നെയാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് തന്റെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഇറങ്ങേണ്ടി വന്ന ഒരു വ്യക്തി, ആ ഒരു സംഭവം അത് എല്ലാ കാലത്തും, ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നേതാക്കളൊക്കെ തന്നെ തെന്നലയെ കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ പറയുന്നത് അതേ ഓർമ്മ തന്നെയാണ്. 2021 ഒരു പരിഭവവുമില്ലാതെ, ഒരു പരാതിയുമില്ലാതെ KPCC അധ്യക്ഷ സ്ഥാനം ഒടിഞ്ഞ് രാജിക്കത്ത് നൽകി ഇറങ്ങിപ്പോയതാണ് അദ്ദേഹം ഈ പടി. ഇതിനുശേഷം പിന്നീട് വീണ്ടും KPCC അധ്യക്ഷനായിട്ട് താൽക്കാലികമായിട്ട് ചുമതലയേറ്റ് വരുന്നൊക്കെയുണ്ട്. പക്ഷേ KPCC അധ്യക്ഷനായിട്ട് ഔദ്യോഗികമായിട്ട് അദ്ദേഹം തന്നെ രാജിക്കത്ത് നൽകി ഇറങ്ങിപ്പോയ അതേ ഇന്ദിരാഭവനിലേക്ക് അദ്ദേഹം വീണ്ടും അവസാനമായിട്ട് എത്തുമ്പോൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ട്, അവസാനമായി കാണുന്നതിന് വേണ്ടിയിട്ട് നിരവധിയായിട്ടുള്ള അണികളും പ്രവർത്തകരും ഒക്കെ എത്തിച്ചേരുന്ന കാഴ്ച നമുക്ക് കാണാം. അതിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ പ്രായമേറിയ ഒരുപാട് പേർ എത്തുന്നുണ്ട്. അതായത് ആ കാലത്ത് അദ്ദേഹത്തെ അത്രത്തോളം പ്രിയങ്കരനായിരുന്ന തെന്നലയെ കാണുന്നതിന് വേണ്ടിയിട്ട് പ്രായം പോലും മറന്നുകൊണ്ട് എത്തിച്ചേരുന്ന ഒരുപാട് പ്രായമായ കോൺഗ്രസ് പ്രവർത്തകരെ നമുക്ക് ഇവിടെ കാണാമെന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ യുവ നേതാക്കൾ ഉൾപ്പെടെ മുതൽ മുതിർന്ന തലമൂത്ത നേതാക്കന്മാർ വരെ ഇന്ദിരാഭവനിലേക്ക് ഇപ്പോൾ എത്തിച്ചേരുന്നുണ്ട്. 1 മണിവരെയാണ് ഇന്ദിരാഭവനിൽ അദ്ദേഹത്തിന്റെ പൊതുദർശനം ഉണ്ടാവുക. ആ സമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തെ വന്ന് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ആളുകൾ ഇന്ദിരാഭവനിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുന്നത്. അതിനുശേഷം 1:30 മണിയോട് കൂടിയാണ് തെന്നലയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ശാന്തി കവാടത്തിൽ വെച്ചാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഈ 10 മണിവരെ, ഏകദേശം 11 മണിവരെയും അദ്ദേഹത്തിന്റെ